ഇപ്പോൾ ഏറ്റവും സങ്കടകരമായ ചില അന്താരാഷ്ട്ര വാർത്തകൾ വരുന്നു. അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളെ അവഗണിച്ച റഫേൽ അക്രമം നടത്തുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം വടക്കൻ ഗസയിൽ ഭക്ഷ്യവസ്തുക്കൾ എത്തി എന്നുള്ള സന്തോഷകരമായ വാർത്ത വരുമ്പോഴാണ് നെതന്യാഹുവിൻ്റെ വാർത്ത ആക്രമണം തുടരും. ഈ യുദ്ധത്തിൻ്റെ പേരിൽ അമേരിക്കയും ഇസ്രയേലും തമ്മിൽ ഇന്ന് വല്ലാതെ അകന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ ബന്ധവും വഷളായി വരുന്നു. ഈ ബന്ധത്തിൻ്റെ ഇഴപിരിയുന്ന സാഹചര്യത്തിൽ നമുക്കൊപ്പം ചേരുകയാണ് പി ജെയിംസ്, വിദേശ വാർത്തകളെ അപകീർത്തിക്കാൻ. ഗുഡ് മോർണിംഗ് പി ജെയിംസ്. ഗുഡ് മോർണിംഗ് എസ്കേൻ. ഹായ് 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 ഹായ്. ഇപ്പോൾ എത്ര 4-5 ഹായ് തന്നു കഴിഞ്ഞാൽ ജെയിംസിന് ഊർജ്ജം കൂടുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പശ്ചിമേഷ്യയിലെ ഗസയിൽ ഈ ബെഞ്ചമിൻ നെതന്യാഹു ഈ പുണ്യനാളിലും അക്രമം നടത്തും എന്നൊക്കെ പറയുന്നത് ഒരുതരം അന്തർദേശീയ ധിക്കാരമല്ലേ? എസ്കേൻ, ഈ ബെഞ്ചമിൻ നെതന്യാഹുവിനെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയുടെ സുഹൃത്തൊക്കെയാണ്. പക്ഷേ അദ്ദേഹം പെരുമാറുന്നത് ചരിത്രത്തിൽ ഹിറ്റ്ലറും മുസോളിനിയും അതുപോലെയുള്ള ഏകാധിപതികൾ പെരുമാറിയതുപോലെയാണ്. അവരുടെയൊക്കെ അവസ്ഥ എന്താണെന്നുള്ളത് ചരിത്രം നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ചിട്ടുണ്ട്. പക്ഷെ ആ തരത്തിലുള്ള പെരുമാറ്റം ഒരുപക്ഷെ ഒരു ജനത മുഴുവൻ ഒരു റമദാൻ നോമ്പിൻ്റെ മാസത്തിൽ വിഷമിച്ചുകൊണ്ടിരിക്കെ, ഒരുപക്ഷെ ഈ ഹമാസിൻ്റെ ആക്രമണത്തെക്കുറിച്ചൊന്നും ഞാൻ പറയാതിരിക്കുന്നില്ല, അതൊക്കെ തെറ്റ് തന്നെ. പക്ഷേ ഇപ്പോൾ സാധാരണക്കാരായ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയാണ് ഗസയിൽ പലസ്തീനി ഒരു ജനവിഭാഗത്തിന് നേരെ നടക്കുന്ന ഒരു ആക്രമണമായിട്ട് തന്നെ കാണേണ്ടി വരും. ഒരു തവണ അടി കിട്ടിയതിന് 5 മാസമായിട്ട് കൈവിട്ട തരത്തിൽ ക്രൂരത കാണിക്കുന്നതിന് ഒരു സമാനതകളില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ബെഞ്ചമിൻ നെതന്യാഹു തൻ്റെ അധികാരം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അധികാര ഭ്രാന്ത് പിടിച്ച ഒരു പെരുമാറ്റമാണ് നടത്തുന്നത്. ഇത് അറബ് ലോകം മാത്രമല്ല, ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന അമേരിക്ക, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ, ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്ന റഫേൽ ആക്രമണം നടത്തരുത്. നടത്താവുന്നതൊക്കെ നടത്തി. ഇപ്പം തന്നെ 31,700ഓളം പേർ കൊല്ലപ്പെട്ട് കഴിഞ്ഞു 5 മാസം കൊണ്ട്. അതിൽ 20,000 പേര് സ്ത്രീകളും കുട്ടികളുമാണ്. 13,000 പേര് കുട്ടികളാണ്. 9,000-ലേറെ പേർ സ്ത്രീകളാണ്. ഇവരൊന്നും യുദ്ധത്തിൻ്റെ ഭാഗമല്ല. ഈ നിരപരാധികളെ കൊന്നൊടുക്കിക്കൊണ്ട് എന്ത് നേടാമെന്നുള്ള തരത്തിൽ ചോദ്യം ലോകം മുഴുവൻ ചോദിക്കുമ്പോഴാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ മണിക്കൂറുകളിൽ പറഞ്ഞിരിക്കുന്നത്, ആര് സമ്മർദ്ദം ചെലുത്തിയാലും, അമേരിക്കയായാലും യൂറോപ്യൻ യൂണിയനായാലും ഞങ്ങൾ കൂസുന്നില്ല, ഞങ്ങൾ മുന്നോട്ട് പോകും, ഞങ്ങൾ റഫ ആക്രമിക്കും. 15 ലക്ഷം പേരാണ് അഭയാർത്ഥികൾ അവിടെ കഴിയുന്നത്. അവർക്ക് മേൽ ബോംബ് വർഷിച്ചാൽ ഉണ്ടാവുന്ന ദുരന്തത്തെക്കുറിച്ച് വല്ലാതെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ നോമ്പ് നോറ്റ് പരിശുദ്ധമായിട്ടുള്ള ചിന്തകളോടെ ഇരിക്കേണ്ട ഒരു മാസത്തിൽ ഒരു സ്ഥലത്ത് രക്തപ്പുഴ ഒഴുക്കുന്ന തരത്തിലേക്കുള്ള തീരുമാനത്തിലേക്കാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇസ്രായേലിന് ചരിത്രം മാപ്പ് കൊടുക്കില്ല എന്ന തരത്തിൽ പ്രസ്താവനകൾ അറബ് ലോകത്തു നിന്നൊക്കെ വരുന്നുണ്ട്. എസ്കേൻ, എന്തായാലും ആകെ ആശ്വാസകരമായിട്ടുള്ള കാര്യം, വടക്കൻ ഗസയിൽ കുറേ നാളുകളായിട്ട് അവിടെ ഭക്ഷണ വസ്തുക്കൾ ട്രക്കിലൂടെ എത്തിക്കാൻ പറ്റില്ലായിരുന്നു. ഒരു തവണ എത്തിയപ്പോൾ ഇസ്രായേൽ ബോംബിട്ട് 100ഓളം പേർ കൊല്ലപ്പെട്ടു, പിന്നെ 30ഓളം പേർ കൊല്ലപ്പെട്ടു. അവിടേക്കുള്ള റോഡുകൾ മുഴുവൻ താറുമാറായിരിക്കുന്നു. എന്തായാലും ആദ്യമായി ട്രക്കുകൾ എത്തിയിരിക്കുന്നു എന്ന വാർത്ത വരുന്നു. സൈപ്രസിൽ നിന്ന് 200 ടൺ ഭക്ഷ്യവസ്തുക്കൾ എത്തി. എന്നിട്ട് പട്ടിണിയൊന്നും തീരുന്നില്ല. പട്ടിണി വലിയ ദുരന്തം വിതയ്ക്കുമെന്ന് ഐക്യരാഷ്ട്രസഭ അടക്കം പറയുന്നു. എന്തായാലും അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം വഷളായിരിക്കുകയാണ്. ജോ ബൈഡൻ ആദ്യം വാർണിംഗ് കൊടുത്തു, മുന്നറിയിപ്പ് നൽകി ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക്. ഇപ്പോൾ ഒരുപക്ഷെ യഹൂദ വംശജനായ അവിടുത്തെ സെനറ്റിന്റെ ലീഡർ, ഭരണാധികാരി ലീഡർ ഷക് ഷൂമർ പറഞ്ഞിരിക്കുന്നത്, ഒരു തരത്തിലും ഇസ്രായേൽ പ്രധാനമന്ത്രി അംഗീകരിക്കാൻ പറ്റില്ല, അദ്ദേഹം ദിശാബോധം തെറ്റിയിരിക്കുന്നു, പുതിയ തെരഞ്ഞെടുപ്പ് അവിടെ നടത്തണം. അതിന് ഇസ്രായേൽ പ്രധാനമന്ത്രി തള്ളിക്കളയുകയും ചെയ്തിരിക്കുന്നു. എസ്കേൻ, ജെയിംസിനെ അന്വേഷിച്ചായിട്ട് പറയണേന്ന് പറഞ്ഞിരിക്കുന്നു. അതെ അതെ. ജെയിംസ്, ഇപ്പോൾ റഷ്യയിൽ നിന്നൊരു കാര്യം വരുന്നു. അതായത് അലക്സി നവൽനി എന്ന നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവിനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ അദ്ദേഹം സമ്മതിച്ചിരുന്നുവെന്ന് ഇപ്പോൾ വ്ളാഡിമിർ പുടിൻ പുറത്ത് പറഞ്ഞിരിക്കുന്നു. സോപ്പാണെന്ന് തോന്നുന്നു. കാര്യം ഈ 5ാം തവണ വീണ്ടും പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടല്ലോ. റഷ്യയിൽ 5ാം തവണ പ്രസിഡന്റായി വ്ളാഡിമിർ പുടിൻ തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ അവിടെ പ്രതിപക്ഷ നേതാക്കളെല്ലാം ജയിലിലാണ്. ഏറ്റവും വലിയ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹത്തെ തോൽപ്പിക്കാൻ കഴിവുണ്ടായിരുന്ന അലക്സി നവൽനിയെ തെരഞ്ഞെടുപ്പിന് മുമ്പേ കൊല്ലാക്കൊല ചെയ്തു കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഏകപക്ഷീയമായ വിജയം ആണ് പുടിൻ നേടിയിരിക്കുന്നത്. എന്തായാലും വിജയം തന്നെയാണ്. അന്താരാഷ്ട്ര തലത്തിൽ 88% വോട്ടുകൾ നേടി വിജയിച്ചുവെന്നാണ് റഷ്യൻ ഭരണകൂടം അവകാശപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ നിജസ്ഥിതി അറിയില്ല. എന്തായാലും പ്രതിപക്ഷം ആരോപിച്ചിരിക്കുന്നത് വോട്ടിംഗ് ഇതിൽ കൃത്രിമം നടത്തിയും സമ്മർദ്ദം ചെലുത്തിയും നേടിയ വോട്ടുകളാണ്. പ്രതിപക്ഷത്തെ നേതാക്കളെ മുഴുവൻ ജയിലിലടച്ചു. ആകെ അറിയപ്പെടാതിരുന്ന ഒരു 3 നേതാക്കളെയാണ് മത്സരിക്കാൻ അനുവദിച്ചത്. അതിൽ നിക്ലോ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുണ്ട്. എന്തായാലും 5ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഉരുക്കുമുഷ്ടിയുടെ ബലത്തിൽ പുടിൻ വിജയിച്ചിരിക്കുന്നു. അദ്ദേഹത്തിനെതിരെ ഉച്ചസമരം സംഘടിപ്പിച്ചിരുന്നു. അലക്സി നവൽനിയുടെ
ഭാര്യ യൂലിയ പറഞ്ഞുകൊണ്ട് ഉച്ചസമരം വലിയ വിജയമായിരുന്നു. 10,000-കണക്കിന് ആൾക്കാരാണ് ഉച്ച സമരത്തിൽ പോളിംഗ് ബൂത്തുകളിൽ പ്രതിഷേധവുമായിട്ട് തിങ്ങിക്കൂടിയത്. ആ ജനാവലി പ്രതിഷേധം അറിയിച്ചു. അലക്സി നവൽനിക്ക് വോട്ട് ചെയ്തവരുണ്ട്. അതുപോലെ തന്നെ പുട്ടിൻ്റെ ബാലറ്റ് പേപ്പർ കീറിക്കളഞ്ഞവരുണ്ട്. ഈ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. സ്ഫോടനം നടന്നു. പച്ച പെയിൻ്റ് അടിക്കുന്ന അവസ്ഥയുണ്ടായി. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് പുട്ടിൻ 5ാം തവണയും 20 വർഷം പ്രസിഡന്റ്, 4 വർഷം പ്രധാനമന്ത്രി. പുട്ടിൻ്റെ കഥ പറയുമ്പോൾ SKN വളരെ ഇതുള്ളത്, അദ്ദേഹം തെരുവ് ബാലനായിട്ട് വളർന്ന ആളാണ്. പിന്നീടാണ് അദ്ദേഹത്തിനെ തിരുത്തി പ്രത്യേകിച്ച് ആയുധ കലകളൊക്കെ പരിശീലിപ്പിച്ചത്. നമ്മുടെ ബെർലിൻ മതിൽ വീഴുമ്പോൾ അദ്ദേഹം കിഴക്കൻ ജർമ്മനിയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് നേരെ ഒരു ജനക്കൂട്ടം ആക്രമിക്കാൻ വന്നപ്പോൾ തോക്കു ചൂണ്ടി പിന്നിൽ ഒരുപാട് പേര് തോക്കുമായി നിൽക്കണമെന്ന് പേടിപ്പിച്ചാണ് രക്ഷപ്പെട്ടത്. അന്ന് സോവിയറ്റ് യൂണിയൻ്റെ സഹായം തേടി സോവിയറ്റ് യൂണിയൻ അന്ന് അധികാരികൾ കുലുങ്ങിയില്ല. അന്ന് പറഞ്ഞതാണ് പുട്ടിൻ, ഞാനൊരു ദിവസം ആ കസേരയിൽ കയറിയിരുന്നു. 24 വർഷമായിട്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ പിരിച്ചുവിടാൻ ആർക്കും പറ്റുന്നില്ല. അദ്ദേഹം ഒരു വലിയ നേതാവിൻ്റെ പരിവേഷത്തിൽ വെസ്റ്റേൺ വേൾഡിനെ ശക്തമായിട്ട് വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നേരത്തെ SKN പറഞ്ഞ പോലെ അലക്സി നവൽനിയെ തുറന്നു വിടാമെന്ന് ഞാൻ പറഞ്ഞിരുന്നുവെന്ന് ഇത് ആദ്യമായിട്ടാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. ഇതുവരെ മിണ്ടിയിട്ടില്ല അലക്സി നവൽനിയുടെ പേര്. എന്നാലും അത് വിശ്വസിക്കേണ്ടതില്ല. പക്ഷേ അങ്ങനെ ഒരു തീരുമാനമുണ്ടായിരുന്നുവെന്ന് ഇപ്പോൾ വെളിപ്പെടുത്തുന്നു SKN. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. മോർണിംഗ് ഷോ തുടർന്ന് നമ്മുടെ പി ജെയിംസ് പോയിട്ടില്ല. പി ജെയിംസ് നമ്മോടൊപ്പം തന്നെ ഉണ്ട്. പി ജെയിംസ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. താങ്ക് യു SKN. പ്രേക്ഷകർക്ക് ഒരു സംശയം വന്നവരുണ്ട് മുങ്ങിക്കളഞ്ഞു. പ്രശ്നമില്ല. അപ്പോൾ പി ജെയിംസ്, ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ട് അമേരിക്ക ചില നിലപാടുകൾ എടുത്തിരിക്കുന്നു. മാത്രമല്ല അതേസമയം നമ്മുടെ വിദേശകാര്യ വകുപ്പും പറയുന്നത് ഈ നിയമത്തിൻ്റെ പശ്ചാത്തലം അമേരിക്കയ്ക്ക് മനസ്സിലായിട്ടില്ല എന്നാണ്. SKN, ഈ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ അടുത്ത കാലത്തായിട്ട് വലിയ ബന്ധമാണ്. പ്രത്യേകിച്ച് അത് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നാണ് അത് കൂടുതൽ ശക്തമായത്. നേരത്തെ ആണവ യുദ്ധങ്ങളുടെ പേരിൽ ജോർജ് ബുഷും ഡോക്ടർ മൻമോഹൻ സിംഗും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ ബന്ധങ്ങൾ വളരെ ശക്തമായി വരുമ്പോഴാണ് ഇപ്പോൾ അമേരിക്ക 1-2 സംഭവങ്ങളിൽ ഇന്ത്യയോട് ശക്തമായി പ്രതികരിക്കുന്നത്. നേരത്തെയും ചില കാര്യങ്ങളിൽ ഇന്ത്യയുമായിട്ടുള്ള എതിർപ്പ് അമേരിക്ക പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് ഒരു ഖാലിസ്ഥാൻ നേതാവിനെ അമേരിക്കൻ മണ്ണിൽ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ള ആരോപണത്തെ തുടർന്ന് അമേരിക്ക ശക്തമായിട്ടുള്ള ഉത്കണ്ഠയും ആശങ്കയും പ്രകടിപ്പിച്ചിരുന്നു. ഇപ്പോഴിതാ പൗരത്വ ഭേദഗതി ബില്ലിൻ്റെ പേരിൽ അമേരിക്ക പറഞ്ഞിരിക്കുന്നു, ഇന്ത്യയിൽ റിലീജിയസ് ഫ്രീഡം, മതസ്വാതന്ത്ര്യം തടയുന്ന രീതിയിലുള്ള ബില്ലാണിതെന്ന് എന്നുള്ള തരത്തിൽ പ്രതികരിച്ചിരിക്കുന്നു. അതിനെതിരെ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി S ജയശങ്കർ തിരിച്ചടിച്ചിരിക്കുന്നത് ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം അമേരിക്കയ്ക്കറിയില്ല. അമേരിക്കയിൽ ഇങ്ങനെയുള്ള നിയമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അമേരിക്ക വേറൊരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിൽ ഇടപെടുന്നത് ശരിയല്ല എന്ന രീതിയിൽ ഇന്ത്യ പ്രതികരിച്ചിരിക്കുന്നു. എന്തായാലും ഇന്ത്യയും അമേരിക്കയും തമ്മിൽ പൗരത്വ ഭേദഗതി ബില്ലിൻ്റെ പേരിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കുന്നു. പ്രത്യേകിച്ച് ജോ ബൈഡൻ ഈ ഗസ യുദ്ധത്തിൻ്റെ പേരിൽ ഇസ്രായേലിനെതിരെ നിലപാടെടുക്കുന്നത് തന്നെ അറബ് ലോകത്തെ, അവിടെ അറബ് അമേരിക്കൻസ് ഒരു ലക്ഷക്കണക്കിനുണ്ട്, അല്ലെങ്കിൽ ഒരുപക്ഷെ കോടിക്കണക്കിനുണ്ട്. അവിടെ അവരുടെ കൂടി അഭിപ്രായമാണ്. പ്രത്യേകിച്ച് അവരൊക്കെ ഡെമോക്രാറ്റുകളാണ്. അപ്പോൾ ഒരു തരത്തിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം 20 കോടി വരുന്ന ഇന്ത്യയിലെ ഇസ്ലാം മത വിശ്വാസികളെ ബാധിക്കുന്ന ഒരു പ്രശ്നമെന്ന നിലയിൽ കൂടിയാണ് ഇതിനെ കാണുന്നത്. പക്ഷേ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി പറയുന്നത് വിഭജന കാലത്ത് പീഡിപ്പിക്കപ്പെടുകയും മറ്റു രാജ്യങ്ങളിലേക്ക് പോകേണ്ടിയും വന്ന ഒരു ജനതയെ സഹായിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തതെന്നാണ് വിദേശകാര്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ മുസ്ലിം ജനവിഭാഗത്തെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ടുള്ള പൗരത്വ ഭേദഗതി ബിൽ ഇന്ത്യയെ വിഭജിക്കുന്നതിന് തുല്യമാണെന്നുള്ള അഭിപ്രായങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ BBC അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. SKN. പി ജെയിംസ്, ഒരു സന്തോഷ വർത്തമാനമുണ്ട്. ഒരു പ്രേക്ഷകൻ പറയുന്നത്, ഇത്രയും വിദേശ കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ച് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിനിടയിൽ ഈ പരസ്യം കയറ്റിയിട്ട് തടയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. ജീവിക്കേണ്ട SKN, പരസ്യം വേണമല്ലോ. താങ്ക് യു പി ജെയിംസ്.